ഹായ് ഗൈസ്, ഇന്നൊരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്ന കഥയായാലോ? അങ്ങനെ അടുത്ത ചക്ക സീസൺ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ പോയിട്ട് 3 വലിയ മൂത്ത ചക്ക നോക്കി പറിച്ചു കൊണ്ടുവന്നു. ഇനി അത് പുഴുക്കാക്കണം, അതാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ചക്ക സീസൺ തുടങ്ങുമ്പം ഈ ചക്കക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും. കാരണം കുറേ ആയിട്ട് ചക്ക കിട്ടാതെ കിട്ടുമ്പം ചക്കപ്പുഴുക്കൊക്കെ കഴിക്കാൻ ഭയങ്കര പൂതിയായി നിൽക്കുന്നൊരു ടൈമാണല്ലോ. പിന്നെ ഇത് കിട്ടാൻ തുടങ്ങിയാൽ കിട്ടി അതിൻ്റെ ഡിമാൻഡ് പോവും. പിന്നെ കൊറോണ സമയത്ത് നമ്മളെല്ലാവരും തിന്ന് മടുത്തതാണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് കഴിക്കാത്തതും കൊണ്ട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഉപ്പ ഇതാ നല്ല വൃത്തിയിൽ ഓരോ ചക്കയും മുറിച്ച് തരുന്നുണ്ട്. ഉമ്മ സൈഡിൽ നിന്ന് ഓരോന്ന് മുറിച്ചിടുന്നുണ്ട്. ഉമ്മച്ചിയും ആഷിത്തായും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഈ പണിക്ക് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിതാ ഓരോ ചക്കയായിട്ട് മുറിച്ച്, ഒന്ന് ഞങ്ങൾക്ക് വറുക്കാനും പിന്നെ ഒന്ന് പുഴുക്ക് വെക്കാനുമാണ് ഞങ്ങളെ പ്ലാൻ. അപ്പോൾ ഉമ്മച്ചി ഇതാ മുറിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓരോന്നിങ്ങനെ കുഞ്ഞി കഷ്ണാക്കി മുറിക്കുക ചെയ്യാൻ. നമ്മൾ ചവണിയും കുരുവൊക്കെ പോക്കി ഉമ്മച്ചിക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല ചക്ക ഉണ്ട്. പിന്നെ ചക്ക പച്ച നമ്മൾ സ്വാഭാവികമായിട്ട് തിന്നുമ്പോൾ കട്ടൻ കുടിക്കണമല്ലോ, വേറൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വയറുവേദന വരും. അങ്ങനെ ഞങ്ങളെ പണി തുടങ്ങി. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം ഒരുവിധം തീർത്തു. അങ്ങനെ ഇനി ബാക്കിയുള്ള ചക്ക നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചക്കക്കുരു അതുപോലെ തന്നെ മാറ്റി വെച്ചു, കാരണം ഇനി അടുത്ത കറി അതാണല്ലോ. അങ്ങനെ ഇതാ ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞങ്ങളെടുത്ത് പൊരിച്ചു നോക്കി. ബാക്കി ഇതാ ഇത് എൻ്റെ ഉമ്മയൊക്കെ വെക്കണ ചക്ക പണ്ടിങ്ങനെയാണ് വെക്കൽ. അതേപോലെ ഞാൻ വെക്കാൻ വിചാരിച്ച് നോക്കുക. നമ്മച്ചിനെയും കൂടി എടുക്കട്ടെ. എന്താണ് നിങ്ങളമ്മ ഇങ്ങനെയാ വെച്ചല്ലേ? എൻ്റെ ഉമ്മയും എൻ്റെ അനിയത്തികളും ഇങ്ങനെയാണ് വെക്കൽ. എനിക്കിതറിയില്ല. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യണോ? എൻ്റെ പേരെന്താ? പേര് ഫാത്തിമ. നിങ്ങളെ പേരല്ല, ഈ വിഭവത്തിൻ്റെ പേര് ചക്കപ്പുഴുക്ക്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ഓരോ കഥകളും പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കി. അങ്ങനെ ഇതിലേക്ക് ഇതാ ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞളും ഇടും. അങ്ങനെ ഇത് നല്ല വേവിക്കണം. വേവിച്ചതിന് ശേഷമാണ് ബാക്കി പരിപാടി. അപ്പോൾ ഉമ്മച്ചിയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത്. ഉമ്മച്ചീൻ്റെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചക്കപ്പുഴുക്കാണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത്. അങ്ങനെ കുക്കറിൽ വെച്ച് ഇതാ വിസിലൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുണ്ട്, നല്ല വെന്തുണ്ട്. മഞ്ഞൾ ഇളക്കാത്തൊരു പ്രശ്നമുണ്ട്. അപ്പം നന്നായിട്ട് അത് ഇളക്കി. പിന്നെ അതിലേക്ക് തേങ്ങയും മുളകും ഒക്കെ മിക്സാക്കി, അടിച്ച് വെച്ചതും കൂടി മിക്സാക്കി, എന്നിട്ട് അതിലേക്ക് വറവിട്ടു. സെറ്റാണ്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴേക്ക് ആഷിത്താൻ്റെ മോഡലിൽ ഉണ്ടാക്കിയ സാധനം ഇവിടെ എത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് മീൻകറി ഉണ്ടാക്കി. മീൻകറി ചക്കയാണല്ലോ കോമ്പിനേഷൻ. അങ്ങനെ ഞങ്ങൾ സൂപ്പർ ചക്കപ്പുഴുക്ക് റെഡി. അപ്പോൾ നല്ല മീൻകറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.